നമസ്കാരം. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ കേരളത്തിൽ BJP എന്ന് പറയുന്നത് നാമമാത്രമായ ഒരു പാർട്ടി മാത്രമായിരുന്നു. BJPക്ക് തിരുവനന്തപുരത്തും കാസർഗോഡും പാലക്കാടുമൊക്കെ വലിയ തോതിൽ വോട്ട് പിടിക്കാൻ കഴിയുന്നുണ്ടെങ്കിലും BJPയുടെ ആകെ വോട്ട് ശതമാനം 5% ഒതുങ്ങി നിൽക്കുമായിരുന്നു. BJP സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് ജയിക്കാനായിരുന്നില്ല, നേരെ മറിച്ച് അവർക്ക് ലാഭമുണ്ടാക്കാനായിരുന്നു എന്ന സാഹചര്യം രൂപപ്പെട്ടു. ദേശീയ പാർട്ടി എന്ന നിലയിൽ BJPക്ക് വലിയ തോതിൽ ഫണ്ട് വരും, ജയിക്കില്ല എന്നുറപ്പുള്ളതുകൊണ്ട് പരമാവധി ചെലവ് ചുരുക്കി ലാഭമുണ്ടാക്കാൻ പല സ്ഥാനാർത്ഥികളും മത്സരിച്ചു. എന്നാൽ 2014 മോദി തരംഗം രാജ്യത്ത് ആരംഭിച്ചതോടെ സ്ഥിതിഗതികൾക്ക് വ്യത്യാസം വന്നു. BJP പരമാവധി വോട്ട് ശേഖരിക്കാനുള്ള നീക്കം ആരംഭിച്ചു. BDJS എന്ന പേരിൽ ഒരു പാർട്ടി ഉണ്ടാക്കി വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വന്നപ്പോൾ ആ പാർട്ടിയോട് സഖ്യമുണ്ടാക്കി 2016 തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. അന്നു മുതൽ BJPക്ക് കേരളത്തിൽ പതിയെ വളർച്ച ആരംഭിച്ചു. 2014 വരെ 5% വോട്ടിൽ ഒതുങ്ങി നിന്നിരുന്ന BJP ഇന്ന് ഏതാണ്ട് 20% എന്ന നിലയിലേക്ക് വളർന്നു. പക്ഷേ ഇത് വിജയിക്കാൻ മതിയാവില്ല എന്നതിന് തെളിവായിരുന്നു 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ്. 2016 സഹതാപ തരംഗത്തിൻ്റെ ഭാഗമായി രാജഗോപാൽ ജയിച്ച നേമം മണ്ഡലത്തിൽ പോലും 2021 തോൽവിയായിരുന്നു BJPയെ തേടിയെത്തിയത്. ഇതോടുകൂടി കേരളത്തിലെ സ്ട്രാറ്റജി മാറ്റിപ്പിടിക്കാൻ BJP ദേശീയ നേതൃത്വം തീരുമാനിക്കുന്നു. അങ്ങനെയാണ് അവർ സുരേഷ് ഗോപിയെ തൃശ്ശൂരിലെ അവതാരമായി കൊണ്ടുവരുന്നത്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി 5 വർഷത്തിലധികം തിളങ്ങി നിന്നു. നിയമസഭയിലും ലോക്സഭയിലുമൊക്കെ മത്സരിച്ച് തൃശ്ശൂരുകാരുടെ സ്വന്തമായി കേന്ദ്ര നേതൃത്വത്തിൻ്റെ കൃത്യമായ ഇടപെടലിൽ സുരേഷ് ഗോപി പ്രവർത്തിച്ചു. ജാതി മത വ്യത്യാസങ്ങൾക്കപ്പുറത്തേക്ക് തൃശ്ശൂരിലെ ജനങ്ങളുടെ വോട്ട് നേടി 2024 സുരേഷ് ഗോപി ലോക്സഭയിലെത്തുകയും കേന്ദ്രമന്ത്രിയാവുകയും ചെയ്തു. ഈ പരീക്ഷണം വൻ വിജയമാണെന്ന് വിലയിരുത്തിയ BJP പിന്നെ ചെയ്തത് രാജീവ് ചന്ദ്രശേഖർ എന്ന രാഷ്ട്രീയം ലെവലേശമറിയാത്ത പ്രൊഫഷണലായ ഒരു സമ്പന്ന ബിസിനസ്സുകാരനെ കേരളത്തിലെ BJPയുടെ പ്രസിഡന്റ് ആക്കുകയാണ്. കേരളത്തിൽ പരമ്പരാഗത സംഘരാഷ്ട്രീയം ക്ലച്ച് പിടിക്കില്ലെന്ന് തിരിച്ചറിഞ്ഞ് BJP കേന്ദ്ര നേതൃത്വം സുരേഷ് ഗോപി ഇറക്കിയ അതേ മട്ടിലാണ് രാജീവ് ചന്ദ്രശേഖരെയും രംഗത്തിറക്കിയത്. താനൊരു നായരാണെന്ന് പോലും കേരളത്തിൽ എത്തിയതിനു ശേഷം തിരിച്ചറിഞ്ഞ രാജീവ് ചന്ദ്രശേഖർ തറവാടിയായ നായരെ പോലെ വസ്ത്രധാരണം നടത്തി പ്രൊഫഷണലുകളെയും യുവാക്കളെയും പിടിച്ചെടുക്കാൻ നീക്കങ്ങൾ നടത്തി. രാജീവ് ചന്ദ്രശേഖരുടെ നേതൃത്വത്തിൽ ആദ്യം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ ഇക്കുറി പഴയ BJP ആയിരിക്കില്ല കേരളത്തിൽ എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തി തുടങ്ങി. BJPയെ സംബന്ധിച്ചിടത്തോളം ഭരണമല്ല അവരുടെ ലക്ഷ്യം, നേരെ മറിച്ച് കുറഞ്ഞത് 10 സീറ്റെങ്കിലും പിടിച്ച് CPMനെ ഞെട്ടിക്കുക എന്നതാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടിയായ CPMന് താങ്ങാനാവുന്നതായിരിക്കില്ല BJP എന്ന ഹിന്ദു പാർട്ടി സീറ്റ് പിടിക്കുന്നത്. എന്നാൽ കുറഞ്ഞത് 10 സീറ്റെങ്കിലും നേടണമെന്നും 30 സീറ്റ് വരെ ലക്ഷ്യം വയ്ക്കണമെന്നുമുള്ള വാശിയിൽ BJP രംഗത്തിറങ്ങുമ്പോൾ ചങ്കിടിക്കുന്നത് CPMനാണ്. 47 സീറ്റുകളിലേക്ക് BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ അസ്വാരസ്യം ലെവലേശമില്ല എന്നതാണ് വാസ്തവം. ചെങ്ങന്നൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന സന്ദീപ് വാചസ്പതി അവിടെ മത്സരിക്കാൻ ആഗ്രഹിച്ചെങ്കിലും വാചസ്പതിയെ നിയോഗിച്ചത് ഹരിപ്പാടാണ്. വാചസ്പതിക്ക് നേരിയ അതൃപ്തി ഉണ്ടെങ്കിലും ഹരിപ്പാട് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമുണ്ടാക്കിയതുകൊണ്ട് തന്നെ നിരാശയില്ലാതെ പോരാടാൻ കഴിയും. സന്ദീപ് വാചസ്പതിയുടെ രംഗപ്രവേശം രമേശ് ചെന്നിത്തലയുടെ ഉറക്കം കെടുത്തുമെന്ന് തീർച്ച. BJPയുടെ ദുർബല സ്ഥാനാർത്ഥികളാണ് രമേശ് ചെന്നിത്തലയുടെ ഉറപ്പായ വിജയം ഇതുവരെ ഉറപ്പുവരുത്തിയത്. BJPയുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ മികവിന് തന്നെയാണ് പ്രാധാന്യം കൊടുത്തത് എന്ന് വ്യക്തമാവും. കുറഞ്ഞത് 4 സീറ്റുകളിലെങ്കിലും BJP ഇക്കുറി ജയം ഉറപ്പിച്ചിരിക്കുന്നു എന്നാണ് നിഷ്പക്ഷ രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. മുമ്പ് രാജഗോപാൽ ജയിച്ച നേമത്തെ BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുമ്പോൾ അവിടെ മുഖ്യെതിരാളിയായി വരുന്നത് മന്ത്രി V ശിവൻകുട്ടി തന്നെയാണ്. കോൺഗ്രസിന് ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച യുവ വനിതാ നേതാവ് വൈഷ്ണ സുരേഷിനെയാണ് ഇപ്പോഴും പരിഗണിക്കുന്നത്. ജനവിരുദ്ധ CPM സർക്കാരിൻ്റെ ഭാഗമായിരിക്കുന്ന ശിവൻകുട്ടിക്ക് വേണ്ടി പബ്ലിക് റിലേഷൻ ഗിമിക്സുകൾ ഒരുപാട് നടക്കുന്നുണ്ടെങ്കിലും രാജീവ് ചന്ദ്രശേഖരന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞേക്കില്ല എന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ തവണ കുമ്മനം രാജശേഖരന് വോട്ട് ചെയ്യാത്തവർ ഇക്കുറി പശ്ചാത്താപത്തോടെ രാജീവ് ചന്ദ്രശേഖർക്ക് വോട്ട് ചെയ്യും എന്ന നിരീക്ഷണം ശക്തമാണ്. ഉറപ്പായും ഇക്കുറി നിയമം എടുക്കും എന്ന് BJP ക്യാമ്പ് ആത്മവിശ്വാസം പുലർത്തുന്നു. രണ്ടാമത് BJP ഉറപ്പിച്ച് വിശ്വസിക്കുന്നത് കഴക്കൂട്ടം മണ്ഡലത്തിൽ V മുരളീധരൻ മത്സരിക്കുമ്പോഴാണ്.
കഴിഞ്ഞ കുറേ കാലമായി കഴക്കൂട്ടം കേന്ദ്രീകരിച്ചും ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ചും പ്രവർത്തിച്ച മുൻ കേന്ദ്രമന്ത്രി കൂടിയായ വി മുരളീധരൻ ആ മണ്ഡലത്തിൽ ശക്തമായ അടിവേരുണ്ടാക്കിയിരിക്കുന്നു. കേരളത്തിലെ ഏറ്റവും തന്ത്രജ്ഞനായ രാഷ്ട്രീയക്കാരൻ എന്ന പേരുള്ള വി മുരളീധരൻ ഇക്കുറി കഴക്കൂട്ടം എടുക്കും എന്ന് ആശങ്ക CPM ഉള്ളതുകൊണ്ടാണ് എല്ലാ മാനദണ്ഡങ്ങളും മറികടന്ന് ഏറെ ആരോപണങ്ങൾക്ക് വിധേയനായ കടകംപള്ളി സുരേന്ദ്രനെ തന്നെ ഇക്കുറിയും മത്സരിപ്പിച്ചത്. ശരത്ചന്ദ്ര പ്രസാദാണ് 3ാം സ്ഥാനത്തെത്താനുള്ള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. കഴക്കൂട്ടം ഇക്കുറി കൊണ്ടുപോകും എന്ന വാശിയിൽ വി മുരളീധരൻ കഴിഞ്ഞ കുറേ കാലമായി അവിടം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ വി മുരളീധരൻ വിജയിക്കുമെന്ന് തന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. കേരളത്തിലെ ഏറ്റവും ശക്തയായ വനിതാ നേതാവ് എന്നു പേരുള്ള BJP നേതൃത്വവുമായി പലപ്പോഴും ഉടക്കി നിൽക്കുന്ന ശോഭാ സുരേന്ദ്രനെ ഇക്കുറി ലോട്ടറി അടിച്ചു എന്നാണ് വിലയിരുത്തുന്നത്. ശോഭയ്ക്ക് താല്പര്യമുള്ള സീറ്റിൽ മത്സരിച്ചോളൂ എന്നായിരുന്നു BJP സംസ്ഥാന നേതൃത്വം അറിയിച്ചത്. അങ്ങനെ ശോഭ തെരഞ്ഞെടുത്തത് പാലക്കാടാണ്. പാലക്കാട് ശോഭയ്ക്ക് എതിരാകും എന്നാശങ്കപ്പെട്ടിരുന്ന കൃഷ്ണകുമാറിനെ മലമ്പുഴയിൽ സ്ഥാനാർത്ഥിയാക്കി ആ സംഘത്തെ അങ്ങോട്ടയച്ചിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രൻ മണ്ഡലത്തിലെത്തി ശക്തമായ പ്രചരണം ആരംഭിച്ചതോടെ ഇക്കുറി വിജയം ഉറപ്പാണെന്ന് വിലയിരുത്തുന്നു. ആരെയാണ് സ്ഥാനാർത്ഥിയാക്കേണ്ടതെന്ന് UDF-നും LDF-നും നിശ്ചയമില്ലാത്ത സാഹചര്യമായിരുന്നു. ഒടുവിൽ നടൻ പിഷാരടിക്കാണ് പാലക്കാട് UDF സ്ഥാനാർത്ഥിയായി നറുക്കു വീണതെങ്കിൽ LDF 3ാം സ്ഥാനത്തിന് വേണ്ടി ഒരു തട്ടിക്കൂട്ട് സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നിട്ടുണ്ട്. LDF മുസ്ലിം വോട്ടുകൾ ലക്ഷ്യമിടുന്നത് കൊണ്ട് തന്നെ അത് തിരിച്ചടിയാവുക പിഷാരടിക്കാവും. പാലക്കാട് വിജയം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ശോഭയുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. BJP ഉറപ്പായും ജയിക്കുമെന്ന് കണക്കാക്കുന്ന 4ാമത്തെ മണ്ഡലം കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരമാണ്. 2016 മഞ്ചേശ്വരത്ത് കേവലം 89 വോട്ടിന്റെ വ്യത്യാസത്തിലാണ് കെ സുരേന്ദ്രൻ തോറ്റത്. 2021 1000-ൽ താഴെ വോട്ടുകൾ മാത്രമായിരുന്നു വ്യത്യാസം. ക്രോസ് വോട്ടിംഗ് നടത്തി BJP സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട്. എന്നാൽ ഇക്കുറി അത്തരമൊരു ക്രോസ് വോട്ടിംഗ് ഒന്നും തന്നെ ഫലപ്രദമാവില്ലെന്നും അവിടെ സുരേന്ദ്രൻ ജയിക്കുമെന്നും കണക്കാക്കുന്നു. അങ്ങനെ BJP ഉറപ്പായും ജയിക്കുമെന്ന് കണക്കാക്കുന്ന 4 മണ്ഡലങ്ങളിൽ തീപാറുന്ന മത്സരം ആരംഭിച്ചിരിക്കുന്നു. എന്നാൽ കേവലം 4 സീറ്റിൽ മാത്രം ഒതുങ്ങാൻ പദ്ധതിയില്ലെന്നും ആസൂത്രിതമായി പല നേട്ടങ്ങളും കൊയ്യുമെന്നും കണക്കാക്കുന്ന പലരുമുണ്ട്. ഉദാഹരണത്തിന് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയിൽ മത്സരിക്കുന്ന BJPയുടെ ശക്തനായ നേതാവ് PK കൃഷ്ണദാസ്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാട്ടാക്കടയിൽ BJP ഒന്നാമതെത്തിയിരുന്നു. കഴിഞ്ഞ കുറേ കാലമായി കാട്ടാക്കട കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന PK കൃഷ്ണദാസ് വലിയ പ്രാദേശിക ബന്ധങ്ങൾ സ്ഥാപിച്ചെടുത്തിട്ടുണ്ട്. ഇക്കുറി കാട്ടാക്കട തങ്ങൾ സ്വന്തമാക്കും എന്ന് ആത്മവിശ്വാസത്തിലാണ് കാട്ടാക്കടയിലെ BJP വൃത്തങ്ങൾ. തിരുവനന്തപുരത്ത് നിയമം കഴിഞ്ഞാൽ ഏറ്റവും സ്വാധീനം BJPക്കുള്ള വട്ടിയൂർക്കാവിൽ ഇക്കുറി മുൻ DGP R ശ്രീലേഖയെ ഇറക്കിയാണ് പരീക്ഷിക്കുന്നത്. നടൻ കൃഷ്ണകുമാർ സീറ്റ് പ്രതീക്ഷിച്ച് ഏറെ പ്രവർത്തിച്ചെങ്കിലും ഒടുവിൽ സീറ്റ് കിട്ടിയത് ശ്രീലേഖയ്ക്കായിരുന്നു. മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിന്ന ശ്രീലേഖ ശക്തമായി തന്നെ രംഗത്തെത്തുകയും ശാസ്തമംഗലം കൗൺസിലർ എന്ന നിലയിൽ ഏറെ പേരെടുത്തതുകൊണ്ട് ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ കഴിയുമെന്നും മുരളീധരനെ തോൽപ്പിച്ചു ജയിക്കുമെന്നുമുള്ള ആത്മവിശ്വാസത്തിലാണ്. ഏറ്റവും വിചിത്രമായ സംഗതി, വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച മുൻ മേയർ കൂടിയായ CPM MLA പ്രശാന്ത് ശ്രീലേഖയും മുരളീധരനും തമ്മിലുള്ള മത്സരത്തിൽ 3ാമതാകുമെന്നതാണ്. BJPയുടെ മറ്റ് സ്ഥാനാർത്ഥികളൊക്കെ പരിശോധിച്ച് നോക്കുക. മുൻപൊക്കെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി ഒരു മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചാൽ ആ സ്ഥാനാർത്ഥിക്ക് അവിടുത്തെ സീറ്റ് നിഷേധിക്കുന്ന രീതി BJPയിലുണ്ടായിരുന്നു. എന്നാൽ ഇക്കുറി അതിന് വ്യത്യാസമുണ്ടായി. ഓരോ മണ്ഡലത്തിലും പ്രവർത്തിച്ച നേതാക്കൾക്ക് തന്നെയാണ് സീറ്റ് കൊടുത്തിരിക്കുന്നത്. BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ അനൂപ് ആന്റണി ജോസഫ് കഴിഞ്ഞ കുറേ കാലമായി തിരുവല്ല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ്. കഴിഞ്ഞ തവണ അനൂപ് ആന്റണിയെ അമ്പലപ്പുഴയിലേക്ക് മാറ്റി സംസ്ഥാന നേതൃത്വം പണി കൊടുത്തെങ്കിൽ ഇക്കുറി അനൂപ് ആന്റണിക്ക് തിരുവല്ല തന്നെ അനുവദിച്ചിരിക്കുന്നു. പ്രാദേശികമായി വലിയ സ്വാധീനമുള്ള അനൂപ് ആന്റണി അവിടെ അത്ഭുതം സൃഷ്ടിക്കുമെന്നാണ് അവകാശപ്പെടുന്നത്. ഇതുതന്നെയാണ് പാലായിലെ സ്ഥിതിയും. പാലായിൽ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ ഷോൺ ജോർജ് കഴിഞ്ഞ കുറേ കാലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അവിടെ ത്രികോണ മത്സരം രൂപീകരിക്കുമെന്നും ആ ത്രികോണ മത്സരത്തിൽ വിജയിച്ചു കയറുമെന്നും ആത്മവിശ്വാസമാണ് ഷോൺ ജോർജ് കണക്കാക്കുന്നത്. പാലായിൽ ഷോൺ ജോർജ് മത്സരിക്കുമ്പോൾ തന്നെ പൂഞ്ഞാറിൽ PC ജോർജിനാണ് BJP സീറ്റ് കൊടുത്തിരിക്കുന്നത്. ഒറ്റയ്ക്ക് മത്സരിച്ച് 2016 വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച PC ജോർജ് SDPIയോടും പോപ്പുലർ ഫ്രണ്ടിനോടും ഉടക്കി പുറത്തു പോയതോടെ 2021 അവർ ടാർഗറ്റ് ചെയ്ത് തോൽപ്പിക്കുകയായിരുന്നു. എന്നിട്ടും ജോർജ് കഴിഞ്ഞ തവണ ഒറ്റയ്ക്ക് മത്സരിച്ച് 2ാമതെത്തി. ഇക്കുറി BJPയുടെ വോട്ട് കൂടി കിട്ടുമ്പോൾ വിജയിച്ചേക്കും എന്ന ആത്മവിശ്വാസം ജോർജിനുമുണ്ട്. തൃശ്ശൂരിൽ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ
കാഞ്ഞിരപ്പള്ളിയിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, കോഴിക്കോട് നോർത്തിൽ വളരെയേറെ ശ്രദ്ധ നേടിയ നവ്യ ഹരിദാസ്, നാട്ടികയിൽ നിലവിലുള്ള CPI MLA CC മുകുന്ദൻ, ദേവികുളത്ത് മുൻ CPM MLA രാജേന്ദ്രൻ, കൊട്ടാരക്കരയിൽ മുൻ കോൺഗ്രസ് സ്ഥാനാർത്ഥി രശ്മി, നെടുമങ്ങാട് യുവ നേതാവായ യുവരാജ് ഗോകുൽ, ചാത്തന്നൂരിൽ ഗോപകുമാർ, ആറ്റിങ്ങലിൽ P സുധീർ, ഷൊർണൂറിൽ ശങ്കുറ്റി ദാസ്, ഒറ്റപ്പാലത്ത് മേജർ രവി, മലമ്പുഴയിൽ കൃഷ്ണകുമാർ തുടങ്ങിയ പ്രമുഖരായ നേതാക്കളെ എല്ലാം തന്നെ അണിനിരത്തിയുള്ള യുദ്ധമാണ് ഇക്കുറി BJP നടത്തുന്നത്. ആറന്മുളയുടെ കാര്യത്തിൽ മാത്രം ഇതുവരെ തീരുമാനമായിട്ടില്ല. MD രമേശാണോ കുമ്മനം രാജശേഖരനാണോ മത്സരിക്കുന്നത് എന്നറിയാൻ കാത്തിരിക്കുകയാണ് ആറന്മുളക്കാർ. മുൻ വർഷങ്ങളിൽ വ്യത്യസ്തമായി ഇക്കുറി BJP ശക്തരായ സ്ഥാനാർത്ഥികളെ ഇറക്കി രംഗം കൈയടക്കിയിരിക്കുകയാണ്.